നല്ലൊരു നാടൻ രസം ഉണ്ടാക്കാം. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 സ്പൂൺ കുരുമുളക്, 1 സ്പൂൺ ജീരകം ഇട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അതിലേക്ക് നമ്മൾ ഒരു 5-6 വെളുത്തുള്ളി ഇട്ട് ഒന്നുകൂടി ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി അതേ മിക്സിയുടെ ജാറിലേക്ക് ഒരു 3 തക്കാളി അരിഞ്ഞത് കൂടി ചേർത്ത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇനി ഒരു ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ചൂടാക്കി കുറച്ച് കടുകും ഒരു 1/4 സ്പൂൺ ഉലുവ കൂടി ഇട്ട് കൊടുക്കാം. അത് നന്നായി പൊട്ടി വരുമ്പോൾ നമ്മുടെ മസാല ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പിലയും 2 വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തക്കാളി പേസ്റ്റ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/4 സ്പൂൺ നമ്മൾ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് കായപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് പുളി നമ്മൾ വെള്ളത്തിൽ കുതിർത്തെടുത്തിട്ട് പിഴിഞ്ഞെടുത്ത് വെച്ച് വെള്ളമാണ് കേട്ടോ, അത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമുക്കിതിലേക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുത്തിട്ട് ചെറിയൊരു തിള വരുന്ന സമയത്ത് നമുക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. ഇത് നന്നായി തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു തിള വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് സമയം ഒന്ന് അടച്ച് വെക്കുക. അതിനുശേഷം നമുക്ക് സെർവ് ചെയ്യാം. രസപ്പൊടിയൊന്നും ചേർക്കാതെയുള്ള നല്ല നാടൻ രസമാണ്. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.